മുത്തുനബിയെ പറ്റിയിട്ട് എന്തെല്ലാം മോശപ്പെട്ട കേട്ടാൽ പടച്ചവനെ അത് കേൾക്കേണ്ടി വരല്ലേ എന്നും അത് പറഞ്ഞവനെ ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടി വരല്ലേ എന്നും ദ്വാരന്നു പോകും. കാരണം എന്താ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. ആരോഗ്യമുള്ളവനും രക്തത്തിന് തിളപ്പുള്ളവനും ചൂട് രക്തം ഓടുന്നവനും അവനൊന്നും കണ്ടാൽ സഹിച്ചു നിൽക്കാൻ പറ്റൂല. അത്രയും വലിയ വിമർശനങ്ങളാ. വിമർശിക്കാം. ഇസ്ലാം ആവിർഭാവ കാലഘട്ടം മുതൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. പക്ഷേ നബിയെ പറ്റിയിട്ട് ആയിഷ ബീവിയെ നബിയുടെയും ചിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോയും കൊടുത്ത് റസൂലുള്ളാഹി എന്നുള്ള നിലയിൽ ഒരു ദാടിയുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യന്റെ ചിത്രവും കൂടെ കൊടുത്തിട്ട് അതൊക്കെ കണ്ടാൽ ചില ആളുകൾ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് ഉസ്താദ് ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് അയച്ചു തരും. നമ്മൾ അറിയാതെ അതൊരു കുത്തു കൊടുക്കുമ്പോൾ നേരെ അതിലേക്കാ പോകുന്ന, പെട്ടെന്ന് ബേക്കിറങ്ങും. കാരണം അത് വായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, അത് വായിച്ചാൽ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റൂല. ആ നിലയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തിരിച്ച് നമ്മൾ ഒരാളെയും മഹാനായ ശ്രീ യേശു ക്രിസ്തുവിനെയോ മഹാനായ ശ്രീരാമനെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദേവിയെയോ ദേവനെയോ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താണ്? അതൊരിക്കലും നമ്മുടെ ഈ കിതാബ് ഇതിനകത്തുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്, നമ്മൾ ആരെയും വിമർശിക്കാൻ പാടില്ല. കാരണം അവർ വിവരമില്ലാതെ അള്ളാഹുവിനെ തെറിവിളിക്കും, വീണ്ടും അതിന് നമ്മൾ കാരണക്കാരാവും. അതുകൊണ്ടും നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് നാട്ടില് സമാധാനത്തോടെ ജീവിക്കണം. ഇസ്ലാം ആർക്കും ഒരു ഭാരമല്ല. ഇസ്ലാം ഒരു ഒരു ബാധ്യതയല്ല ആർക്കും. അതാണ് ഇതിന്റെ രസം. ഇസ്ലാം ആർക്കും ഒരു ബാധ്യത, ഞാൻ മുസ്ലിമായി പോയല്ലോ ഒരു ബാധ്യതയായല്ലോ, അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല. അത്രയും മടിപ്പുള്ള ഒന്നും ഇസ്ലാമിലില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നബിയെ അവരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ അതൊന്നും കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കരുത്, അവരുടെ രഹസ്യവും പരസ്യവും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ.